ധനവാനും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. അവന് സ്വയം അറിയാം, ഞാൻ വളർന്നിട്ടില്ല. നമ്മൾ വിചാരിക്കും ആളിന് പൊക്കമില്ല, വളർച്ചയില്ല. ഇത് പകലി ഒന്ന് ഓർത്തേ, എത്രയോ വളർച്ചയില്ലാത്തവർ സമ്പന്നന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. ഞാനിവിടെ ആത്മീയ വളർച്ചയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് പുഷ്ടിയില്ലാത്തവർ, ദൈവസന്നിധിയിൽ ദൈവത്തോട് അടുത്തു വരുവാനുള്ള പ്രാപ്തിയില്ലാത്തവർ. പക്ഷെ അവർക്കൊരു ആഗ്രഹമുണ്ട്, എന്ത്? ദൈവത്തെ ഒന്ന് കാണണം. ദൈവത്തോട് അടുക്കുവാൻ നിന്റെ ഹൃദയത്തിൽ ഒരു വാഞ്ചയുണ്ടെങ്കിൽ ഏറ്റവും വലിയ മുക്തി എന്നതാണെന്ന് അറിയാമോ? പാപത്തിൽ നിന്നുള്ള വിടുതല. പാപത്തിൽ നിന്ന് മുക്തി കിട്ടിയാൽ നിന്റെ ജീവിതം സ്വസ്ഥമാണ്. എവിടെയോ ക്ലാവ് കിടക്കുന്നത് കൊണ്ടാണ് സ്വസ്ഥതയില്ലാത്തത്. പ്രവചന പുസ്തകങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവളുടെ കനത്ത ക്ലാവ് തീയാലും വിട്ടുപോകുന്നില്ല. വേറൊരു സ്ഥാനത്ത് എഴുതിയിട്ടുണ്ട്, കുത്തകം അടുപ്പത്ത് വെക്ക്, അസ്ഥി കഷ്ണങ്ങള് മാംസത്തുണ്ടുകള് കണ്ണം കണ്ണമായി അരിഞ്ഞ് അത് ശരിയായി തീ കൊണ്ട് പുഴുങ്ങാൻ. ഇതൊക്കെ വട്ടാണോ പ്രവാചകന്മാർക്ക് എഴുതി വെക്കാൻ എന്ന് പറഞ്ഞാൽ എന്നാ? ചില സ്ഥലത്ത് പറയുന്നുണ്ട് അതിൽ ചീട്ട് വീണിട്ടില്ല. ചിലതിൽ പറയുന്നു റിസ്കേൽ തന്നെ പറയുന്നുണ്ട് അത് ശരിയായിട്ട് വെന്ത് ചാറ് മുറിയിട്ടില്ല. ഇതിനൊക്കെ ഒത്തിരി ആത്മീയ അർത്ഥമുണ്ട്. പകലിൽ അവളുടെ ക്ലാവെന്ന് പറയുന്ന ദൈവസഭയുടെ ക്ലാവ. അവള് ദൈവസഭയാ. അപ്പോ ക്ലാവ് പിടിച്ചിരിക്കുക ഹൃദയം മുഴുവൻ. ഞങ്ങള് ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഞങ്ങള് ഞായറാഴ്ച വന്ന് കൊട്ടിപ്പാടുന്നുണ്ട്, ശരിയാണ്. സ്തോത്രം. ഞങ്ങള് സഭായോഗം മുടക്കുന്നില്ല, ശരിയാണെന്ന്. എന്നാൽ നീ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ? ദൈവസന്നിധിയിൽ നിനക്ക് അനുതാപമുണ്ടോ? നീ പറഞ്ഞു കൂട്ടുന്ന വ്യാജങ്ങള്, അസൂയകള്, പകകള്, കോപഭ്രാന്തുകള് നിനക്ക് വല്ലതിലും ഒരു മാനസാന്തരമുണ്ടോ? നീ ഒന്ന് മടങ്ങി വന്നാൽ നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഒറ്റ കാര്യമേ നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. എന്ത്? ദൈവജനം എന്ന് പറയുകയും ദൈവഹിതം ചെയ്യാതിരിക്കുകയും ദൈവത്തെ പുറത്തു നിർത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ ഓടുന്ന വിഷയത്തിന് ദൈവത്തിൽ നിന്ന് ഒരു മറുപടി ഉണ്ടാകത്തില്ല. ശുദ്ധീകരണം വന്നാൽ പുറത്തറിയാം. എങ്ങനെയാ ശുദ്ധീകരണം വരുന്നവരെ പുറത്തെങ്ങനെ അറിയാം? അവരെല്ലാത്തിനും ഒന്നും വായടിക്കത്തില്ല, അടിക്കുവോ? ഇല്ല, അവര് സൗമ്യതയുടെ ആത്മാവിനെ സംസാരിക്കും. അവർ മാനസാന്തരപ്പെട്ട അറിയാം. അവർ എല്ലാ കാര്യത്തിനും എഴുതിയാടി ഒന്നും പറയത്തില്ല. കേൾക്കാൻ വേഗതയുള്ളവരും പറവാൻ താമസമുള്ളവരും ആയിരിക്കണമെന്ന് കർത്താവ് പറയും. ഞാൻ ചോദിക്കട്ടെ, എരികോവില് കർത്താവ് വരുമ്പോ അവിടെ സക്കായി കയറി മരത്തെ കയറി ഇരിക്കുക. കണ്ടു നിൽക്കുന്നവർക്ക് പറയാം, നല്ല ആവശ്യം ഉണ്ടായി മരത്തെ കയറാൻ. വേറെ വല്ല ആവശ്യമുണ്ടോ? സാഹചര്യം അനുകൂലമായി വരുമ്പോ കർത്താവിനെ മുറുകെ പിടിക്കാനല്ല കർത്താവ് പറഞ്ഞത്. പിന്നെയോ നിന്റെ പാപത്തിൽ നിന്ന് വിടുതൽ വേണോ എന്നെ നീ നിരന്തരമായി അന്വേഷിപ്പാൻ, എന്റെ പിന്നാലെ വരുവാൻ നിന്റെ ഹൃദയത്തെ ഒന്ന് ചായിക്കണം. അനുതാപ ഹൃദയമുണ്ടല്ലോ. ദൈവം പറഞ്ഞിരിക്കുന്ന എന്നാ അറിയാം? യെരമ്യാ പ്രവചനം 11-ാം അധ്യായം അതിന്റെ
ദേശഭക്തിയാന്ന് പറയും അല്ലേ? സ്തോത്രം. അല്ലേ? ദേശഭക്തിയാന്ന് പറയും. ദൈവം പറയുക നിന്റെ അകത്ത് രൂപാന്തരം വന്ന നിന്റെ പുറത്ത് അറിയാം. യേശുവേ സ്തോത്രം. സ്തോത്രം. ആമേൻ. അപ്പൊ ദൈവം നീതിമാനാണ്. ഹല്ലേലൂയ. അവിടെ തുടങ്ങിയത് നീതിയോടെ നീതിയോടെ ന്യായം വിധിക്കുകയും ഒരു ന്യായാധിപൻ ഉണ്ട് നിനക്കും എനിക്കും. യേശുവേ സ്തോത്രം. അവൻ ഉയരത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. നിന്നിൽ എന്തെങ്കിലും നീതി പ്രവൃത്തി ഉണ്ടോ? ഹല്ലേലൂയ. ന്യായമുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഒരു വിധികർത്താവ് നമുക്കുണ്ടല്ലോ. ഓ ഹല്ലേലൂയ. അവൻ നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഏത് തരം ഭക്തിയാ നിന്റെ ജീവിതത്തില്? എന്തിനു വേണ്ടി നീ ഓടി അലയുന്നു എന്നുള്ളത്, എന്തിന് നീ കോമിക്കെല്ലാം കാണിച്ചു കൂട്ടുന്നു എന്നുള്ളത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ദൈവദാസന്മാര് കളർ വസ്ത്രമിട്ടാണെങ്കിലും അവര് ചിലപ്പോൾ ചില വാചക ശകലങ്ങള് ദൈവവചനത്തിന്റെ ശകലം ഒരു മിനിറ്റ് സംസാരിക്കുമ്പോൾ നമ്മളെ അത് പിടിച്ചു കൊടുക്കാറുണ്ട്. യേശുവേ സ്തോത്രം. എന്താണെന്നറിയാമോ? ആമേൻ. ദൈവത്തിന്റെ തേജസ് നിന്നിൽ ഉള്ളിടത്തോളം ശത്രു അതിനെ തകർത്ത് കളയുവാൻ നിന്റെ ജീവിതത്തിൽ പലവിധമായ വിഷയമോഹങ്ങളും നിരാശകളും കൊണ്ടുവന്നിരിക്കും. യേശുവേ സ്തോത്രം. എന്നാൽ നീ അത് നഷ്ടപ്പെടുത്താതിരിപ്പാൻ, ആമേൻ, ക്രിസ്തുവിനെ പുറത്ത് കളയാതിരിപ്പാൻ നീ എന്ത് ചെയ്യണം? ആമേൻ. മനഃപൂർവ്വം അത് ദുഷ്ടന്റെ അടവെന്ന് വെച്ചതിൽ നിന്ന് മാറി നിന്നോണം. സ്തോത്രം. 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 എനിക്ക് ആ വാക്കെനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ട സമയമാണ്. പ്രവചിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ വലിയൊരു ഭാവിയെ കുറിച്ച്, വരാനിരിക്കുന്ന വിഷയത്തെ കുറിച്ച്, അല്ലെങ്കിൽ എന്റെ തലമുറയെ കുറിച്ച് എന്നോട് പ്രവചിക്കുന്നതിനേക്കാൾ എത്ര ഉത്തമമാണ് നിന്റെ ഉള്ളിൽ അല്പം തേജസ്സിരിപ്പുണ്ട്. അതിനെ ശത്രു അപകടപ്പെടുത്താനാണ് നിന്റെ പിന്നാലെ വന്ന് നിങ്ങൾക്ക് നിരാശയെടുക്കുന്നത് പറയും. സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മൾ ആരും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കരുത്. യേശുവേ കാരണം ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ആമേൻ, യെരിഹോവിൽ പോകുന്ന ക്രിസ്തു, ആമേൻ, ക്രിസ്തു വിളിച്ചിട്ടല്ല സക്കായി ആ വഴിക്കൊന്നും ചെന്നത്. ആമേൻ, തന്റെ വളർച്ചയിൽ താൻ കുറിയവനെന്നൊരു തോന്നല്, അല്ലെങ്കിൽ ഒരു സമർപ്പണം അവിടെ കാണുന്നു. ആമേൻ. എല്ലാവരുടെയും ഒപ്പം നിൽക്കുവാനുള്ള തലപ്പൊക്കമില്ല. അതുകൊണ്ട് താൻ എന്ത് ചെയ്തു? രഹസ്യമായി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു പോംവഴി തെരഞ്ഞെടുത്തു. സ്തോത്രം. 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 എന്നാൽ ഹല്ലേലൂയ, ഇന്നുള്ളവനോ പരസ്യമായി വമ്പ് കാണിക്കുവാൻ എന്തെല്ലാം പരിപാടി ഒപ്പിക്കുന്നെന്നറിയാമോ? ആമേൻ. നീ ക്രിസ്തുവിന്റെ അനുയായിയാണ്, ക്രിസ്തു എന്നെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ രഹസ്യ ജീവിതത്തിൽ ക്രിസ്തുവിനെ എങ്ങനെ പ്രസാദിപ്പിച്ച, ദൈവസഭയെ എങ്ങനെ പ്രസാദിപ്പിച്ച, ദൈവജനത്തിനെ എങ്ങനെ ആശ്വസിപ്പിച്ച, ആമേ, ദൈവഹിതത്തിന് വേണ്ടി എന്നെ എങ്ങനെ സമർപ്പിക്കാമെന്നുള്ള ചിന്തയാണ് എന്നെ ഭരിക്കേണ്ടത്. സക്കായിയെ, നിനക്ക് വേറെ ജോലിയില്ലേ സക്കായി? അയ്യോ, ഞാൻ ചെയ്തു കൂട്ടുന്നത് മുഴുവൻ പാപമാണ്. ചുങ്കപ്പിരിവല്ലേ, പണക്കാരനല്ലേ, ധനവാനാണെന്നാ. പക്ഷേ ഒരു നിമിഷം യേശുവിന്റെ പിന്നാലെ അനുഗമിക്കുമോ, യേശുവിനെ ശ്രദ്ധിക്കുമോ, യേശുവിന്റെ ഇഷ്ടം തെരഞ്ഞെടുക്കുമോ, യേശുവിന്റെ വിളി കേൾക്കുമോ, യേശുവിലേക്ക് ദൃഷ്ടി വയ്ക്കുമോ, അവൻ മുൻപേ ഓടുന്ന ഒരു ഭക്തനെ അവിടെ വെളിപ്പെടുകയാണ്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹൃദയത്തിന്റെ വാഞ്ച അറിഞ്ഞവൻ ഇരിക്കുന്ന ഇടത്ത് ചെന്ന് കർത്താവ് പകല് നിന്റെ ഹൃദയത്തിന്റെ വാഞ്ച, നിന്റെ ഹൃദയത്തിന്റെ ഞരക്കം, നിന്റെ ഹൃദയത്തിന്റെ ഉഴൽച്ച
നിന്റെ കഷ്ടതയും കയ്പും കണ്ണുനീരും നിന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുവിന്റെ ഉപദ്രവം നിലനിൽപ്പില്ലാത്ത നിന്റെ ചുറ്റുപാട് നിന്നെ മുക്കിക്കളയുന്ന എതിരുകൾ ഹല്ലേലൂയ ഒറ്റപ്പെട്ട അനാഥത്വത്തിലേക്ക് പോകുന്ന അവസ്ഥകള് ഓ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ചെമ്മെടുത്ത് പലപ്പോഴായി ദണ്ഡനം ഏറ്റുകൊണ്ട് ചോദ്യ വിഷയമായിക്കൊണ്ട് പലപ്പോഴും പരാജയം കണ്ട് നിന്റെ ഹൃദയം വിങ്ങി പൊട്ടുന്ന അവസ്ഥയിലോ നടുവിൽ കർത്താവ് പറയുക എല്ലാം വിട്ട നീ എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ആമേൻ. പാപഭാരമുള്ളവന് സ്വസ്ഥത ഉണ്ടാകത്തില്ല. അവൻ ധനവാനാണ്, വളർച്ചയിൽ കുറിയവനാണ്, പക്ഷെ തൊഴിൽ ചുങ്കം പിരിവാണ്. സ്തോത്രം. അധികമായി എടുത്തിട്ടുണ്ടെന്ന് അവന്റെ ഹൃദയം പറയുമ്പോ അവൻ എടുത്തതവൻ വായ് കൊണ്ട് തുറന്ന് സമ്മതിക്കുമ്പോ ഹല്ലേലൂയ സ്തോത്രം. ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് കൊടുക്കാമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ദൈവഹിതമല്ലാത്ത വിഷയത്തിൽ തന്റെ ജീവിതം കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. തന്റെ പ്രവർത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അനുഭവം ഇല്ലാതായിട്ടുണ്ട്. ന്യായപ്രമാണ ജീവിതത്തിൽ താൻ ചെയ്യേണ്ടതുപോലെ ചെയ്തെങ്കിലും ഹല്ലേലൂയ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ അതൊന്നിനും യോഗ്യത പോരാ എന്ന് തന്നെ കുറിച്ചുള്ള അറിവ് തന്നെ ഭരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് യേശു ആ വഴിയായി വരികയാ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പകലിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ തടസ്സപ്പെടുത്തുന്ന പല അനുഭവങ്ങൾ നിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന, നിന്റെ മുന്നോട്ടുള്ള ഗതികളെ തടയുന്ന, നിന്റെ അനുഭവത്തെ ഇല്ലാതാക്കുന്ന, നിന്നെ തുച്ഛീകരിക്കുന്ന, നിന്റെ നന്മയെ പിടിച്ചു വയ്ക്കുന്ന, നിന്റെ സ്ഥാനം മറ്റൊരുത്തർക്ക് കൊടുക്കുന്നത്, നിന്റെ തൊഴിൽ മണ്ഡലത്തിൽ തന്നെ നിന്നോട് വിഘടിക്കുന്നത്, നിന്റെ സ്ഥാനത്ത് മറ്റൊരുവൻ കയറി നിൽക്കുന്നത് പരിശുദ്ധാത്മാവ് അറിയുന്നുണ്ട്. അതാണ് പറഞ്ഞത്, നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം, നിന്റെ അന്തരംഗം മനസ്സിലാക്കുന്ന ഒരു ദൈവം. ആ ദൈവം നിന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകലിൽ നീ അനുഭവിക്കുന്ന ക്ലേശത്തിന്റെ മുൻപിൽ, അവസ്ഥയുടെ മുമ്പിൽ, ആഗ്രഹത്തിന്റെ മുമ്പിൽ, ശൂന്യതയുടെ മുമ്പിൽ, വേദനയുടെ മുമ്പിൽ, രോഗത്തിന്റെ മുമ്പിൽ, നിന്റെ തലമുറയുടെ സ്തംഭനത്തിന്റെ മുമ്പിൽ, ഗതിയില്ലാത്ത അനുഭവങ്ങളുടെ മുമ്പിൽ യേശു ഇറങ്ങി വരുന്നുണ്ട്. ഓ ഹല്ലേലൂയ ആമേൻ. യേശുവിന്റെ രക്തത്താൽ അവൻ തള്ളുന്ന ദൈവമല്ല, ഓ തകർക്കുന്ന ദൈവമല്ല, ആമേൻ. അവൻ ആട്ടിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥന മതി എന്ന് പറയിപ്പിക്കുന്ന ദൈവമല്ല. ഓ ഓ ഹല്ലേലൂയ എന്റെ മടുപ്പ്, എന്റെ അലസത, എന്റെ മന്നത, എന്റെ മയക്കമൊന്ന് മാറ്റി തീഷ്ണതയുള്ളവനായി ഞാൻ നിന്നെ ഓ ഹല്ലേലൂയ എരിവുള്ളവനായി ഞാൻ നിന്റെ സന്നിധിയിൽ ഒന്ന് നിൽക്കുവാൻ. യേശുവേ എരിവ്, സക്കായിക്ക് എരിവുണ്ട്. യേശുവേ അതാണ് സക്കായി പോകുന്ന വഴി കാട്ടത്തിയേക്ക് കണ്ടേ അവനിൽ നിന്ന് മറുപടി സ്വീകരിച്ചേ, അവൻ എന്നോടൊന്ന് സംസാരിച്ചേ, അവനെ ഒന്ന് പൂർത്തീകരിച്ചൊന്ന് കാണാതെ ഞാനിവിടെ നില്ല എന്നുള്ള തീരുമാനത്തിൽ സക്കായി ഓടി കാത്ത് പകൽ ഒരു തീഷ്ണത മനോഭാവം നിനക്കുണ്ടോ? അവൻ ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു വാഞ്ച, അധികമായി ദൈവത്തെ ആശ്രയിക്കുവാനുള്ള ഒരു തീരുമാനമുണ്ടോ? നിന്നിലെ ഇരുട്ട് മാറട്ടെ, നിന്നിലെ ഇരുട്ട് മാറട്ടെ, നിന്റെ അധോഗതി മാറട്ടെ, നിന്റെ സമ്പന്നം മാറട്ടെ, നിന്റെ കണ്ണുനീർ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, നിന്റെ
ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ പൂർണ്ണമായി പിടികൊടുക്കുക. അവൻ നിന്റെ സ്തംഭനങ്ങള്, കഷ്ടതകള്, ശൂന്യതകള്, വേദനകള്, നിന്റെ തലമുറയുടെ മുന്നേറ്റങ്ങള്, നിന്നെ തടുത്ത് തകർത്ത് കളയുവാൻ പോരാടുന്ന ശക്തിയുടെ എതിരൊഴുക്കുകളെ അവൻ മാറ്റിത്തരുവാൻ ശക്തിയുള്ളവനാണ്. ഓ ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്ക്. ഈ വചനത്താൽ ദൈവമായ കർത്താവ്